2018 കേരളത്തിൻ്റെ ഒരു വിഭാഗത്തെ മുഖ്യ പ്രളയം അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ ഇന്ന് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടു. ഡാമുകൾ തുറക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതി എന്ന് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് എന്നാണ് ഈ ശബ്ദരേഖയിൽ, അതായത് കൃഷ്ണൻകുട്ടി എന്ന് പറയപ്പെടുന്ന ശബ്ദരേഖയിൽ പറയുന്നത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് അവിടെ ഇവിടെയും പറഞ്ഞു. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ശരിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എല്ലാ ഡാമുകളും ഒന്നിച്ച് തുറന്നു വിട്ട ഒരു പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് പ്രളയം ഇത്രയും ഉണ്ടായത് എന്ന് പറഞ്ഞു. കേരളത്തിന്റെ ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് സംവിധാനം അവരെന്തെങ്കിലും ഒരു ഇൻഎഫിഷ്യൻസി കാണിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കൈപ്പിഴ വന്നാൽ അത് ഫൊർഗീവ് ചെയ്യാവുന്നതാണ്, അത് പറ്റിപ്പോയതല്ലേ എന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മാനസികാവസ്ഥയും ഈവൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോടതികളുടെ മാനസികാവസ്ഥയും. പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും ചവേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം എന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചവേണ്ട. പറയാം, മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി.